നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ 2026 വടക്കാഞ്ചേരി ബ്ലോക്ക് തല ഉദ്ഘാടനം എരുമപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രുതി ലാലു കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ ശ്രീകൃഷ്ണൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സിജി ജോൺ, സ്വപ്ന പ്രദീപ്, പഞ്ചായത്ത് മെമ്പർ എൻ കെ കബീർ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എ കെ ടോണി എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് സൂപ്പർവൈസർമാരായ പ്രീത അജയകുമാർ, വി ജെ ജോബി, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സൂസി, ആരോഗ്യ ഉദ്യോഗസ്ഥരായ പി ലിസി, ജെ ജെ ഫിലോമിന, കെ പി പ്രിൻസി, കെ എഫ് ബാബു, കെ എ ചന്ദ്രൻ, സി ജി ജോസഫ്, സ്മിത ശങ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ചൊവ്വല്ലൂർ പടിയിൽ സ്കൂട്ടർ ഇടിച്ച് കാൽനട യാത്രികന് പരിക്കേറ്റു. പാലക്കാട് സ്വദേശി ബാബുവിനാണ് പരിക്കേറ്റത്. രാവിലെ 8:30യോടെയായിരുന്നു അപകടം. പരിക്കേറ്റയാളെ എക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ നഗരസഭ പ്രഥമ വൈസ് ചെയർമാനും രാഷ്ട്രീയ സാംസ്കാരിക മാധ്യമരംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന വീട്ടിക്കിഴി ഗോപാലകൃഷ്ണനെ സ്മാരക ട്രസ്റ്റ് അനുസ്മരിച്ചു. അനുസ്മരണ സമ്മേളനം അഡ്വക്കേറ്റ് ബി ടി ബൽറാം MLA ഉദ്ഘാടനം ചെയ്തു. വീട്ടിക്കിഴി ഗോപാലകൃഷ്ണന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരം ദീപിക, രാഷ്ട്രദീപിക, ചാവക്കാട് ലേഖകൻ KT വിൻസെന്റിനും, പൊതുപ്രവർത്തക പുരസ്കാരം PI സൈമൺ മാസ്റ്റർക്കും, സഹകാരി പുരസ്കാരം ഏറിയാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PS മുജീബ് റഹ്മാനും സമ്മാനിച്ചു. ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാൻ TV ചന്ദ്രമോഹൻ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ നൽകി. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് ചികിത്സാ സഹായം വിതരണം ചെയ്തു. ട്രസ്റ്റ് പ്രസിഡന്റ് R രവികുമാർ അധ്യക്ഷനായി. ചാവക്കാട് ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് CA ഗോപപ്രതാപൻ, അർബൻ ബാങ്ക് ചെയർമാൻ AT സ്റ്റീഫൻ, ഗുരുവായൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്, വടക്കേക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NMK നബിൽ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, CS സൂരജ്, KPA റഷീദ്, R ജയകുമാർ, ലിജിത്ത് തരകൻ, ശശി വാർനാട്ട്, നിഖിൽ G കൃഷ്ണൻ, PV ഗോപാലകൃഷ്ണൻ, ബാലൻ വാർനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. മമ്മിയൂർ LFC UP സ്കൂളിൽ ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ജൂൺ 25 നടന്ന സ്കൂൾ അസംബ്ലിയിൽ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ സിമി മരിയ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. വിദ്യാർത്ഥി പ്രതിനിധി മാസ്റ്റർ മുഹമ്മദ് സയാൻ ബോധവൽക്കരണ പ്രസംഗം നടത്തി. ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ അടങ്ങിയ പ്ലക്കാർഡുകളുമായി വിദ്യാർത്ഥികൾ അസംബ്ലിയിൽ അണിനിരന്നു. 2ാം ക്ലാസ് വിദ്യാർത്ഥിനി ഇസ്ന ഫിജോ ലഹരിക്കെതിരായ ആംഗ്യപ്പാട്ട് അവതരിപ്പിച്ചു. ഓപ്പറേഷൻ തൂഫാൻ ഒപ്പുശേഖരണ പരിപാടിക്ക് ഹെഡ്മിസ്ട്രസ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരും വിദ്യാർത്ഥികളും ഒപ്പുശേഖരണത്തിൽ പങ്കാളികളായി. ഹെഡ്മിസ്ട്രസിന്റെ നേതൃത്വത്തിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥികൾ സ്കൂളിന് സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സ്റ്റിക്കറുകൾ പതിച്ചു. കൂടാതെ ലഹരി വിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന റീൽസ് നിർമ്മാണ മത്സരം വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ചു. പരിപാടികളുടെ ഭാഗമായി ജൂൺ 16 ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിലെ സാജൻ, സുധീഷ് എന്നിവർ വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടത്തി. പന്നിത്തടം ചിറമനേങ്ങാട് കോൺകോഡ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. സ്കൂൾ മാനേജർ RM ബഷീർ ലഹരി വിരുദ്ധ ദിന സന്ദേശം അവതരിപ്പിച്ചു. ചടങ്ങിൽ പ്രിൻസിപ്പൽ സുബൈദ BV, വൈസ് പ്രിൻസിപ്പൽ രാജി പ്രകാശ്, മറ്റ് അധ്യാപകർ എന്നിവർ സന്നിഹിതരായിരുന്നു. സ്കൂൾ ലീഡർ ഫാത്തിമ ഷിഫ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെടുത്തി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി ഫിദ MM സംസാരിച്ചു. ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന വിധത്തിൽ വിദ്യാർത്ഥികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഹൈസ്കൂൾ വിഭാഗം NSS വിഭാഗം വിദ്യാർത്ഥികളാണ് പരിപാടികൾ അവതരിപ്പിച്ചത്. സ്കൂളിൽ അവതരിപ്പിച്ചതിന് ശേഷം പന്നിത്തടം സെന്ററിലും വിദ്യാർത്ഥികൾ മൈം, ഫ്ലാഷ് മോബ്, തെരുവ് നാടകം എന്നിവ അവതരിപ്പിച്ചു. ഗുരുവായൂർ ബ്രഹ്മകുളം സെന്റ് തെരേസസ് ഗേൾസ് ഹൈസ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അസിസി പ്രൊവിൻസ് കോർപ്പറേറ്റ് മാനേജർ C റാണി കുര്യൻ അധ്യക്ഷത വഹിച്ചു. ഓൾ ഇന്ത്യ ഇൻഡോർ ചാമ്പ്യൻഷിപ്പിൽ 8ാം സ്ഥാനം നേടിയ നീവ മെറിൻ റാഫേലിനെയും SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടുകയും വിവിധ മേഖലകളിൽ മികവ് തെളിയിക്കുകയും ചെയ്ത വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി അനുമോദിച്ചു. ബ്രഹ്മകുളം സെന്റ് തോമസ് ചർച്ച് വികാരി ഫാദർ ഡേവിസ് പനംകുളം അനുഗ്രഹ പ്രഭാഷണം നടത്തി. വാർഡ് കൗൺസിലർ MV ബിജു, സെന്റ് തെരേസസ് കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ നിത ടെസിൻ, PTA പ്രസിഡന്റ് AV ജെൻസൺ, MPTA പ്രസിഡന്റ് അലിറ്റ അജു, സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ ഡേസ് മരിയ എന്നിവർ സംസാരിച്ചു.
കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൃഷിഭവന്റെ സഹകരണത്തോടെ നടത്തുന്ന ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ചിറക്കൽ അറഫ പാലസിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ നിർവഹിക്കുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐബ് അറിയിച്ചു. കാർഷിക മേഖലയിലെ ഹരിത, റിഡ്കോ, കാർഷിക കർമ്മസേന, കുടുംബശ്രീ തുടങ്ങിയവയുടെ സ്റ്റാളുകൾ ഞാറ്റുവേല ചന്തയിൽ പ്രദർശിപ്പിക്കും. വിവിധ അത്യുൽപാദന ശേഷിയുള്ള തൈകൾ സ്റ്റാളിൽ വിൽപ്പന ഉണ്ടാകും. പ്രതിസന്ധി കാലഘട്ടത്തിൽ കൃഷിയെ വരുമാനമാക്കി മാറ്റാൻ എങ്ങനെ തയ്യാറെടുക്കാം എന്ന വിഷയത്തെ സംബന്ധിച്ച് ഞാറ്റുവേല ചന്തയുടെ ഭാഗമായുള്ള സെമിനാറിൽ കാർഷിക വിദഗ്ധർ ക്ലാസുകൾ എടുക്കുമെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അറിയിച്ചു. കാട്ടകമ്പാൽ സ്രായിൽ തലേക്കര പ്രഭാകരൻ നിര്യാതനായി 85 വയസ്സായിരുന്നു. തങ്കമ്മ ഭാര്യയും രാജി സുരേന്ദ്രൻ മകളുമാണ്. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10:30 വീട്ടുവളപ്പിൽ നടത്തി. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.